ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. നമ്മളുടെ ട്രിവാൻഡ്രത്ത് ക്വാർട്ടേഴ്സിലാട്ടോ താമസിക്കുന്നത്. യൂട്യൂബ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്, പക്ഷേ കൺസിസ്റ്റൻ്റ്ലി വീഡിയോ ഇടാൻ പറ്റാത്തതൊരു പ്രോബ്ലമാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ മേഘം നിൽക്കുന്ന ഒരു വ്യൂ ഉണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ. അങ്ങനെ ഞാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ കേട്ടോ അത്. അടിപൊളിയാണ്. ക്യാമറയിൽ ക്ലാരിറ്റി അത്ര ഇല്ല, എന്നാലും പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ നേരെ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞപ്പം നമ്മൾ രാവിലെ ഒരു എനർജി ഡ്രിങ്ക് കഴിക്കാറുണ്ട്. അതെൻ്റെ ഒരു ഡ്രിങ്കാണ്. എന്ന് വെച്ചാൽ ഒരു 2 വർഷം മുന്നേ ഞാൻ ഇൻ്റർമീഡിയറ്റ് ഡയറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ കഴിച്ചതാണ്. പിന്നെ ഇപ്പം ഡെയിലി കുടിക്കാറുണ്ട്. അതെന്ന് വെച്ചാൽ കറുകപ്പട്ട ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് കുടിച്ചാൽ മതി. അത് നല്ല എഫക്റ്റീവാണ്. ഭയങ്കര ചവർപ്പാണ്. ആദ്യമൊക്കെ തേൻ ഒഴിക്കുമായിരുന്നു, പിന്നെ ഇപ്പം കുടിച്ചത് ഭയങ്കര ശീലമായി. പക്ഷെ ഭയങ്കര എഫക്റ്റീവായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഡയറ്റും കൂടെ എടുത്തപ്പോഴത്തേക്കും അടിപൊളിയായി. ചെറിയ ചൂടോടെ കുടിക്കണം. അപ്പം വീണ്ടും ബെല്ലി ഫാറ്റ് ഒരു വില്ലനായതുകൊണ്ട് ഞാൻ ഇൻ്റർമീഡിയറ്റ് ഡയറ്റ് വീണ്ടും എടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഞാനും എൻ്റെ കസിനും കൂടെ ആയിരുന്നു യൂട്യൂബ് നോക്കി ഹെവി ആയിട്ടുള്ള എക്സസൈസ് ഭയങ്കരമായിട്ട് ഓട്ടവും ചാട്ടമൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്കത് ഒട്ടും പറ്റുന്നില്ല. ആഫ്റ്റർ ഡെലിവറി ആയതുകൊണ്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അവൾക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെയാണ് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നപ്പോൾ വീണ്ടും ഞാൻ ഈ ഒരു ഡയറ്റും പിന്നെ ഈ ഒരു യോഗയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ യൂട്യൂബ് നോക്കി തന്നെ ചെയ്തൊരു യോഗയാണ്. അടിപൊളിയാണ്. ഒരു സിമ്പിൾ യോഗയാണ്, പക്ഷെ ഭയങ്കര എഫക്റ്റീവാണ്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള പരിപാടിയൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. കുറേ നാൾക്ക് ശേഷം ആൾക്കിന്ന് ഓഫ് കിട്ടിയിട്ടുണ്ട്. അപ്പം വീട്ടിലേക്ക് പോവുകയാണ്. നമുക്കിവിടെ കൊല്ലത്താണ് വീട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ ലീവ് കിട്ടുമ്പോൾ അങ്ങോട്ടേക്ക് പോകാനും പറ്റും. പിന്നെ ഇങ്ങോട്ട് അച്ഛനൊക്കെ ഇങ്ങോട്ട് വരാനും പറ്റും. പിന്നെ എൻ്റെ അനിയത്തിമാർക്കൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ അവരിങ്ങോട്ട് വരാറുണ്ട്. നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നത് UP-യിലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്നും പറ്റത്തില്ലല്ലോ. ഇപ്പം ഇവിടെ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവർക്കും വരാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെന്താ, രാവിലെ അതിൻ്റെ കൂടെ കറിക്ക് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. സാമ്പാർ പലരും പല രീതിയിൽ വെക്കുന്ന കണ്ടിട്ടുണ്ട്. ചിലർ പരിപ്പ് അതിനകത്തിട്ട് വെക്കും, പരിപ്പ് സെപ്പറേറ്റ് വേവിച്ച് വെക്കും. പിന്നെ സാമ്പാർ പൊടി ഇല്ലാതെ വെക്കാനേ പറ്റാത്ത ആൾക്കാരുണ്ട്. ഇതെല്ലാം പോട്ടെ, ഞാൻ UP-യിൽ നിന്ന സമയത്ത് അവിടെ കാസർഗോഡ് കോഴിക്കോടുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ സാമ്പാർ വെക്കുന്നത് വറുത്തരച്ചാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് അതിശയം തോന്നി. ഈ സാമ്പാർ വറുത്തരച്ച് വെക്കാൻ പറ്റും? അന്ന് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് സാമ്പാർ വറുത്തരച്ച് വെക്കാൻ പറ്റുമെന്ന്. പക്ഷെ അങ്ങനെ വെച്ച് എനിക്ക് കൊണ്ടൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ കൊള്ളാം, നല്ല ടേസ്റ്റായിരുന്നു. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ അറിയുന്നത് സാമ്പാർ ഇങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് വറുത്തരച്ച് വെക്കാമെന്ന്. പക്ഷേ നമ്മൾ ആ രീതിയിലല്ലല്ലോ വെക്കുന്നത്, ഒരു വേറെ രീതിയിലല്ലേ വെക്കുന്നത്. അങ്ങനെ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറിയും മഞ്ഞൾപ്പൊടി ഉപ്പും കായവും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കും. അതിനുശേഷം പിന്നെ തക്കാളിയും വെണ്ടയ്ക്കയും വഴറ്റിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് പച്ചക്കറി ഇതിനകത്തോട്ട് ചേർക്കും. വേവിച്ച പച്ചക്കറി ഇതിനകത്തോട്ട് ചേർക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട്, കുറച്ച് മല്ലിയില ഇരിപ്പോട്ടായിരുന്നു, അപ്പോൾ അത് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വീട്ടിലേക്ക് പോയി. ഇനിയിപ്പം വൈകിട്ടേ വരത്തുള്ളൂ. ഇപ്പം ഞാനും പിള്ളേരും മാത്രം ആയതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ചോറും സാമ്പാറും മാത്രം. രണ്ടാൾക്കും സാമ്പാറെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ജോലി എളുപ്പമാണ്. അങ്ങനെ പോയി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടാളൊക്കെ എഴുന്നേറ്റു. പിന്നെ അവരെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ഞാൻ പിന്നെ കാപ്പി കൊടുക്കാമെന്ന് വിചാരിച്ചു. രണ്ടാളും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇതെന്ന് വെച്ചാൽ നമ്മൾ ആ ബാൽക്കണിയുടെ താഴെ അവിടെ ഇങ്ങനെ ആ 2 ടൈലിൻ്റെ ഇടയിലാണ് ഈ 2 പ്രാവ് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ പാനിപ്പൂരി വെച്ചതിൻ്റെ ഒരു ബാലൻസ് കുറച്ച് കടല ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ആ കടല ഇങ്ങനെ ചുമ്മാതെ പറക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. കുറച്ച് കടലയുള്ളായിരുന്നു. അവസാനം കടല അങ്ങ് തീർന്നപ്പോൾ 2 എണ്ണവും കൂടെ ഭയങ്കര അടിയായി, കടല വേണമെന്നും പറഞ്ഞു. അങ്ങനെ ഒരുവിധം സോൾവൊക്കെ ആക്കി. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ബാൽക്കണിയിൽ 2 ചെടി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ ചുമ്മാ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അമ്മ ഒരു പ്ലാൻ ലവറായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ചെടികളോടൊരു ഇൻട്രസ്റ്റും ഇല്ല, എനിക്കിഷ്ടമേ അല്ലായിരുന്നു ചെടി നടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ചെടികളോടൊക്കെ ഒരു വല്ലാത്തൊരു ഇഷ്ടമൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ അങ്ങനെ എടുത്ത കുറച്ച് ചെടികളൊക്കെ കേട്ടോ. പിന്നെ പോസ്റ്റിംഗ് ആയി പോയപ്പോൾ തന്ന ചെടിയാണ് ഈ അലോവേരയും തുളസിയൊക്കെ. അവർ തന്നിട്ട് പോയതാണ്.
അങ്ങനെയൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ വിചാരിച്ചു അതൊക്കെ നടാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ നമ്മൾ എന്തും സമാധാനത്തോടെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ ഇത് നടക്കത്തില്ല. പിന്നെ രണ്ടും കൂടെ വന്ന് അവിടെ മൊത്തം അലമ്പാക്കി കളയും. അതുകൊണ്ട് ഞാൻ ഒരു വിധത്തിൽ ഒന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ അങ്ങ് ബഹളവും അടിയും വഴക്കുമൊക്കെ ആവും. എനിക്ക് കുറച്ച് സൈലൻ്റായിട്ട് ചെയ്യുന്നതായിരുന്നു ഇഷ്ടം. പക്ഷേ ഇവിടെ അത് നടന്നില്ല. അവർ തന്നെ ആയിരുന്നു ചെടി നട്ടതും വെള്ളം ഒഴിച്ചതും കൊണ്ടുവച്ചതും എല്ലാം. അങ്ങനെ ചെടിയൊക്കെ നട്ട് കഴിഞ്ഞപ്പം ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ഈ ഇടയ്ക്ക് വീട്ടിൽ പോയപ്പോൾ തെരളിയില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോകുമ്പോഴും ഞാൻ ഉണ്ടാക്കാറുണ്ട്, വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഞാനത് കൊണ്ടുവരാറുണ്ട് തെരളിയില. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഗോതമ്പ് പൊടി ഇല്ല, തീർന്നുപോയി. അപ്പോൾ പിന്നെ ഞാൻ റവ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പഴവും എന്താ പറയുക തേങ്ങയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി. പക്ഷേ അതിനകത്ത് ഭയങ്കര കട്ടിയായിരുന്നു. ഒരു ടേസ്റ്റ് ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റൊന്നും കിട്ടിയില്ല റവ വെച്ച് ഉണ്ടാക്കിയപ്പോൾ. പക്ഷേ എനിക്കെന്തോ ഒരു ഭയങ്കര കട്ടിയായിരുന്നു. അപ്പോൾ അന്നേരം കുഴപ്പമില്ല, രണ്ടുപേരും കഴിക്കുകയൊക്കെ ചെയ്തു. എന്നാലും എനിക്കെന്തോ ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല. ഗോതമ്പ് പൊടിയാണ് കുറച്ചും കൂടെ ബെറ്റർ. കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ വെച്ച് കഴിച്ചു. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് നാളെ സ്കൂളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പോസ്റ്റർ റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പം ഞാനും കേശുവും കൂടെ അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പിന്നെ വരച്ചൊക്കെ കൊടുക്കും. കളർ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ കേശു തന്നെ അങ്ങ് ചെയ്തോളും. അവനല്ലെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റാണ് ഡ്രോയിങ്ങിന്. അവർ തന്നെ എടുത്ത ഒരു ഹോബിയാണ് ഡ്രോയിങ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അങ്ങ് വരച്ചിട്ട് കളറ് കേശുട്ടൻ തന്നെ ചെയ്യും. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ പോസ്റ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളായിരുന്നു ഈ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.